ഇനി മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. കാട്ടാന ആക്രമണങ്ങൾ പതിവാകുമ്പോൾ ഇടുക്കി ചിന്നക്കനാൽ പ്രദേശം ഉൾപ്പെടുന്ന മേഖലയിൽ വനംവകുപ്പ് നൽകിയ ഉറപ്പുകളൊന്നും കാലമേറെയായിട്ടും നടപ്പാക്കിയിട്ടില്ല. 2022 വനംവകുപ്പ് സർക്കാരിലേക്ക് നൽകിയ പദ്ധതി ചിന്നക്കനാലിലെ വന്യജീവി സംഘർഷങ്ങളെ തടയിടാൻ പര്യാപ്തമായിരുന്നു. ചുരുങ്ങിയ ചെലവിൽ ഹാങ് ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിക്കാൻ കഴിയുന്ന പദ്ധതി നടപ്പായിരുന്നുവെങ്കിൽ ചിന്നക്കനാലിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ കാട്ടാന ആക്രമണങ്ങൾക്ക് അറുതി വരുത്താൻ കഴിയുമായിരുന്നു. ഇടുക്കി ജില്ലയിൽ കാട്ടാന ആക്രമണത്തിൽ ചിന്നക്കനാൽ പഞ്ചായത്തിലാണ് മനുഷ്യജീവൻ ഏറെ പൊലിഞ്ഞത്. ആദിവാസി ഉന്നതികൾ കൂടി ഉൾപ്പെടുന്ന മേഖലയിൽ കാട്ടാന ആക്രമണം തടയാൻ വനം വകുപ്പ് 2022 പദ്ധതി തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചത്. ചിന്നക്കനാൽ മേഖലയിൽ സോളാർ ഫെൻസിംഗ് സാധ്യമാകുന്നതിൽ സർക്കാർ കാണിച്ച അലംഭാവമാണ് ഇന്നത്തെ കാട്ടാന ആക്രമണങ്ങളിലെ മരണനിരക്ക്. 2022 2 കോടി രൂപ ചെലവ് വരുന്നതായിരുന്നു പദ്ധതി. 1,41 ലക്ഷം രൂപ ചെലവഴിച്ച് ആകെ 21 കിലോമീറ്റർ ദൂരത്തിൽ സോളാർ ഫെൻസിംഗ് തീർത്ത് ജനവാസ മേഖലകളെ സുരക്ഷിതമാക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിൽ സിങ്കുംകണ്ടം മുതൽ ചെമ്പകത്തൊള്ളുകുടി വരെയുള്ള 8.5 കിലോമീറ്ററും 80 ഏക്കർ കോളനിയിലെ 5 കിലോമീറ്റർ ദൂരവും ഉൾപ്പെട്ടിരുന്നു. കൂടാതെ പന്തടിക്കളത്ത് 3.2 കിലോമീറ്ററും ദിഡിയർ നഗറിൽ 1 കിലോമീറ്ററും BL റാം മുതൽ ദിഡിയർ നഗർ വരെ 3.8 കിലോമീറ്ററും കോഴിപ്പന്നക്കുടിയിൽ 0.5 കിലോമീറ്ററും ഉൾപ്പെടെ 21 കിലോമീറ്റർ ദൂരത്തിൽ സോളാർ വേലി സ്ഥാപിക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്തത്. എന്നാൽ ഈ വമ്പൻ പ്രഖ്യാപനങ്ങളിൽ പന്തടിക്കളം കോളനിയിൽ മാത്രമാണ് പദ്ധതി നടപ്പിലായത്. ബാക്കിയുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളിൽ ടെൻഡർ നടപടികൾ പോലും പൂർത്തിയാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയ തോട്ടം തൊഴിലാളികൾ രാത്രികാലങ്ങളിൽ ഉറക്കമില്ലാതെ തീ കൂട്ടി കാവലിരുന്നാണ് ഓരോ രാപ്പകൽ തള്ളി നീക്കുന്നത്. വൈൽഡ് ലൈഫ് കണക്ക് പ്രകാരം 2003 ശേഷം 53 മരണങ്ങളാണ് ഇടുക്കിയിലുണ്ടായത്. 2023 ശേഷം 11 പേരാണ് കാട്ടാന കൊലപ്പെടുത്തിയത്. കാടിന്റെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനോടൊപ്പം മനുഷ്യജീവനും വില നൽകുന്ന പദ്ധതികൾ താമസമിന നടപ്പാക്കണമെന്നാണ് കർഷകർ ഉൾപ്പെടുന്ന മലയോര ജനതയുടെ ആവശ്യം. ന്യൂസ് മലയാളം, ഇടുക്കി.